കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്ത് ഭരണം അങ്ങനെ CPM-ൽ നിന്ന് UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ CPM പ്രസിഡന്റിനെ പുറത്താക്കിയാണ് UDF ഭരണം സ്വന്തമാക്കിയത്. വെറും 6 മാസക്കാലം മാത്രമാണ് CPM പഞ്ചായത്ത് ഭരിച്ചത് എന്നതാണ് രസകരം. 11-നെതിരെ 12 വോട്ടുകൾക്കാണ് UDF-ന്റെ അവിശ്വാസം പാസ്സായത്. അങ്ങനെ 6 മാസങ്ങൾക്ക് മുൻപ് സ്വന്തം തെറ്റിലൂടെ നഷ്ടപ്പെടുത്തിയ ഭരണമാണ് കോൺഗ്രസ് ഇപ്പോൾ കൈപ്പിടിയിലാക്കിയിരിക്കുന്നത് എന്ന വസ്തുത കൂടിയുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 23 അംഗങ്ങളുള്ള ഉദുമ പഞ്ചായത്തിൽ UDF-നാണ് ഭൂരിപക്ഷം ലഭിച്ചത്. UDF-ന് 12ഉം LDF-ന് 11 അംഗങ്ങളെ കിട്ടി. UDF-ൽ കോൺഗ്രസിനും ലീഗിനും 6 വീതം അംഗങ്ങൾ. എന്നിട്ടും CPM എങ്ങനെ 6 മാസം ഭരിച്ചു എന്നതറിയുമ്പോഴാണ് രസം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഡിസംബർ 27 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് അംഗം N. ചന്ദ്രനായിരുന്നു. എന്നാൽ ചന്ദ്രന്റെ വോട്ട് തന്നെ അസാധുവായി. ഇരു മുന്നണികൾക്കും 11 വോട്ടുകൾ വീതം ലഭിച്ചു. ഇതോടെ നറുക്കെടുപ്പ് വേണ്ടിവന്നു. നറുക്കെടുപ്പിൽ ഭാഗ്യം LDF-നൊപ്പമായിരുന്നു. അങ്ങനെ CPM-ലെ PV രാജേന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റായി. കയ്യിലിരിക്കേണ്ട ഭരണം സ്വയം തുലച്ചു കളഞ്ഞ് UDF പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. എന്നാൽ LDF ഭരണം താഴെയിടാൻ വജ്രായുധവുമായി അവസരം കാത്തിരിക്കുകയായിരുന്നു UDF. അതാണ് ഇപ്പോൾ പുറത്തെടുത്ത അവിശ്വാസമെന്ന ആയുധം. ഒരു ഭരണസമിതിക്കെതിരെ 6 മാസത്തിന് ശേഷമേ അവിശ്വാസം കൊണ്ടുവരാൻ ചട്ടം അനുവദിക്കുന്നുള്ളൂ. അതാണ് UDF ഇപ്പോൾ വിനിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് UDF-ന്റെ 12 അംഗങ്ങളും ഹാജരായി. ഇതോടെ അവിശ്വാസം പാസ്സായി. അങ്ങനെ 6 മാസം കാത്തിരുന്ന കോൺഗ്രസും ലീഗും LDF-ന് മുന്നിൽ തങ്ങളുടെ കരുത്ത് കാട്ടി. ഇനി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം. അന്നിനി വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനും ലീഗിനും ഇല്ലാതില്ല. ആരെങ്കിലും വോട്ട് അസാധുവാക്കിയാൽ പിന്നെയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും. പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം വീതം കോൺഗ്രസിനും ലീഗിനും എന്നതായിരുന്നു UDF-ലെ ധാരണ. 6 മാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന 4.5 വർഷം ഇരുവരും പങ്കിട്ടെടുക്കേണ്ടി വരും. എന്തായാലും പഞ്ചായത്ത് പിടിച്ചെടുത്തതോടെ ഉദുമ നിയമസഭാ മണ്ഡലത്തിൽ ഇരു മുന്നണികൾക്കും 4 വീതം പഞ്ചായത്തുകളുടെ ഭരണമാണ് ഇനി ഉണ്ടാവുക. CPM-ന്റെ ശക്തി കേന്ദ്രമായ ഉദുമ നിയമസഭാ മണ്ഡലം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്വന്തമാക്കിയിരുന്നു. 1991 മുതൽ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി CPM-ആണ് ഉദുമയിൽ വിജയിച്ചിരുന്നത്. തങ്ങളുടെ ശക്തി കേന്ദ്രമെന്ന് CPM അഹങ്കരിച്ചിരുന്ന ഉദുമ. എന്നാൽ 2026-ൽ CPM കോട്ട കോൺഗ്രസ് ഇളക്കി. K. നീലകണ്ഠൻ എന്ന കോൺഗ്രസുകാരൻ 4847 വോട്ടുകൾക്കാണ് സിറ്റിംഗ് MLA ആയിരുന്ന CPM-ലെ CH കുഞ്ഞമ്പുവിനെ തോൽപ്പിച്ചത്. കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ വിജയമായി അത് മാറിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല.